അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ കൊച്ചന്ന അന്ന ഷീബ സാബു. ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ എന്താണ് ഫംഗ്ഷൻ എന്നുള്ളത്. തിരക്ക് കാരണം കൊണ്ട് ട്രെയിന് പോകാമെന്ന് വെച്ചിരുന്ന സാധിച്ചില്ല, ഫ്ലൈറ്റിനാക്കി. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നു. കിട്ടിയ സീറ്റ് ഒരു വിൻഡോ സീറ്റ്. നോക്കുമ്പോൾ ഫ്ലൈറ്റിൻ്റെ ചിറക്. അപ്പോൾ പിന്നെ കരുതി ഒരു വീഡിയോ അങ്ങ് പിടിക്കാം. ഇപ്പോൾ പൊങ്ങണത് എങ്ങനെ താഴുന്നത് എങ്ങനെ പിടിക്കാമല്ലോ. കുര്യൻ സാറ് ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോൾ ഒരാളിത് പാസ്സാക്കിയില്ല ആദ്യം. പക്ഷെ നമ്മുടെ കരുണാകരൻ മാഷാണ് പറഞ്ഞത് നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണ് ഈ എയർപോർട്ട് ഉണ്ടായി കഴിഞ്ഞത്. ഈ റൺവേ എന്ന് പറഞ്ഞ സാധനം, കൊച്ചിയിലെ റൺവേ 3.4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3.5 കിലോമീറ്റർ. നമ്മളവിടെ നിന്ന് ഏകദേശം എലിഞ്ഞപ്പുറയ്ക്ക് പോണ സമയം വഴി അതിനേക്കാൾ കൂടുതലുണ്ടാവില്ലേ. ഇത്രയും വഴി ഓടുമ്പോഴേക്കും ഒരു 19 യാത്രക്കാർ, ക്രൂ, അവരുടെ ലഗേജ് ഒക്കെ അടക്കം ഈ സാധനം മുകളിലേക്ക് പൊങ്ങണം. പൊങ്ങിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരറിയാലോ. ഇത് മാത്രമാണോ? സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെൽറ്റ് വരെ പൂരിപ്പിച്ചിട്ടാണ് വിട്ടത് അവർ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൺവേ കയറി നോക്കിയാൽ റൺവേയിലത്തെ സ്ഥിതി അതിലും അതിവിശേഷമാണ്. ഇവിടുന്ന് ചെന്ന് കറങ്ങി തിരിഞ്ഞ് ഈ 3.5 കിലോമീറ്റർ ഒറ്റയടിക്ക് പറന്ന് പൊങ്ങാൻ വേണ്ടി ഒരറ്റത്ത് ചെന്ന് നിൽക്കും. അപ്പോൾ ഓരോ മിനിറ്റിലും ഓരോന്നിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക. പുട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ കഷ്ണങ്ങൾ വീണ വരെ വന്നുകൊണ്ടിരിക്കുക. ഡും ഡും ഡും. അത് മുകളിൽ ചെന്ന് കഴിഞ്ഞാലോ അവർക്ക് അവരുടെ പാതയായി. അപ്പോൾ അങ്ങനെ കയറി പോവുകയും ചെയ്യും. കണ്ടോ, ആരോ കണ്ണട വെച്ച് മറന്ന മാതിരി ഒരു സ്പോട്ടൊക്കെ കണ്ടോ. ഇത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ, അല്ല, ഈ കാണുന്നവരെ സംബന്ധിച്ച് പറയുമ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതിനകത്ത് കയറി ഇരുന്നിട്ട് ഒരു ടേക്ക് ഓഫും ഒരു ലാൻഡിങ്ങും കൂടി കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ വിവരം മനസ്സിലാവുള്ളൂ. വേണ്ട, അത്യാവശ്യം ഇവിടുന്ന് പറന്ന് അങ്ങ് പൊങ്ങി. ഇതാണ് കൊച്ചിയിലൊരു ബ്യൂട്ടി. എവിടെ നോക്കിയാലും പച്ചപ്പ്. അവനങ്ങനെ വെള്ളത്തിൽ തിമിംഗലം വഴി പോയിക്കൊണ്ടിരിക്കുക. വീണ്ടും ഇപ്പം നമ്മൾ ബാംഗ്ലൂരിനെ സമീപിച്ചുകൊണ്ടിരിക്കുക. നിസ്സാര സമയം മതിയല്ലോ, പറഞ്ഞ നേരം കൊണ്ട് അവിടെ എത്തിച്ചേരും. ഇറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ ആയി. പലരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, പലരും കാഴ്ചകൾ കാണുന്നു. കണ്ട, വെള്ളി മേഘങ്ങളുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മറ്റൊരു കളിയുണ്ട്. മേഘങ്ങൾ വരുമ്പോൾ താത്തിപ്പൊക്കി ഒരു പോക്ക്. ഇതിനകത്ത് ഇത് കിടുങ്ങണത് നമ്മളാണ്. ഓടിപ്പിങ്ങനെ ഒരു കുട്ടുപോകാനൊന്നും പ്രശ്നമില്ല. കാരണം അവർക്ക് വിദ്യാഭ്യാസ യാനം എടുക്കുന്ന പറഞ്ഞ കണക്കാണ്. ഇതാണ് ബാംഗ്ലൂർ. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ അടിയിൽ പോയി അത്ര വലിയ വൃത്തിപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. ഇനി വിമാനത്തിൻ്റെ ചെറിയ രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ നോക്കി പഠിച്ചു. എയർപോർട്ട് ഇറങ്ങുന്ന സമയത്ത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കണം ഈ ഫ്ലാപ്പറൊക്കെ പൊക്കി സ്പീഡ് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി. 36,000 അടിയൊക്കെ ഹൈറ്റിലടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പിടിച്ച് പറിച്ച് താഴ്ത്തി കൊണ്ട് ഇറക്കാമെന്ന് പറയുമ്പോൾ കുറച്ച് ടൈമിൻ്റെ കളിയാണ്. എന്നിരുന്നാലും നമുക്ക് സമയത്തിനൊക്കെ എത്തിച്ചേരണമെങ്കിൽ ഇതന്നെ രക്ഷയുള്ളൂ. അവനിങ്ങനെ പതുക്കെ ലാൻഡിങ്ങിനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഈ സമയത്ത് ചിറകുമ്പോൾ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തോന്നൽ മനസ്സിൽ വരും. ചെരിഞ്ഞും പറഞ്ഞൊക്കെ പോണ സമയത്ത് അങ്ങ് മുന്നോട്ട് പോകുന്നു. ഒന്നും സംഭവിക്കില്ല. കാരണം അതിന് മാത്രം ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടാണ് ഈ സംഭവം അവരവിടെ നിന്ന് പൊക്കണത്. ഇനി ഇതേ നോക്കിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ ചിറകൊക്കെ ഒന്ന് പോകും. അപ്പോൾ ആ ചെറുകനകത്തുള്ള രഹസ്യങ്ങൾ നേരിട്ടങ്ങ് കണ്ടു. എനിക്ക് പറ്റിയമായിരിക്കും ഞാൻ പകർത്തിയിട്ട്. അപ്പം ചോദിച്ചതൊക്കെ ഞങ്ങൾ കൺട്രോളാണ്. കണ്ട, അവൻ്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി കോച്ച് നേരെ കയറ്റി അവനങ്ങനെ മന്ദം പറന്നിറങ്ങണം. താഴ്ത്തെറ്റി എത്തിക്കഴിയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതുവരെ ഒരു മസിൽ പിടിപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും പറയും ആനയാണ് ചേനയാണെന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. താഴ്ത്തി ഒരുവിധ കാര്യങ്ങളൊക്കെ ഭംഗി. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം
വയ്യാണ്ട് പരിപാടിക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ശാന്തായി. ഇതൊരു ആടി ഒളിഞ്ഞുകൊണ്ടിരുന്നതാണ്. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. हमारी सुविधा की सुविधा के लिए आपसे अनुरोध करते हैं पहले सामान्य दोबारा जांच लें। इसे सही यात्रा के साथ बैग ले जाने की नहीं रही। जिन व्यक्तियों को व्हीलचेयर की आवश्यकता है उसके विधायक के ഇത് എൻ്റെ സ്വന്തം ഭാര്യ. പ്ലെയിന് ചെറുക് ഇല്ലാണ്ടായിട്ട് കാര്യങ്ങളും അതേപോലെ ഭാര്യമാരും കൂടി ഇനി യാത്രയ്ക്ക് സുഖമില്ല. ഇതാണ് നമ്മുടെ കൊച്ചന്നമാരെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ സുഖമായിട്ടൊക്കെ പരിപാടിയിലൊക്കെ പങ്കെടുത്തു. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു, ആടി പാടി ആസ്വദിച്ച് തിരിച്ചു പോയി. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.